നമുക്കൊരു രുചികരമായ ഒരു അടിപൊളി മീൻകറി എങ്ങനെ ഉണ്ടാക്കാം. ഇത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി മീൻകറിയാണ്. അപ്പോൾ അതിന് ആദ്യമായിട്ട് വേണ്ടത് ഉള്ളി, സവോള, വെളുത്തുള്ളി, കരിയാപ്പില, പിന്നെ കുറച്ച് ഇഞ്ചി, ഇതെല്ലാം കൂടെ അരിഞ്ഞ് വയ്ക്കുക. പിന്നെ അതിന് ശേഷം 2 ഐറ്റമുണ്ട്. കുറച്ച് കപ്പലണ്ടി, കുറച്ച് തേങ്ങ, ഓരോ പിടി മതിയായിരിക്കും. അതിനുശേഷം ഒരു പാനെടുത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്ത് 1 ടീസ്പൂൺ ഉലുവയിട്ട് പൊട്ടിക്കണം. അതിനുശേഷം ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, 2-3 പച്ചമുളക് കീറിയത്, സവോള, വെളുത്തുള്ളി, ഒരു പിടി കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് വഴറ്റണം. അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടി ഒന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് ആ മഞ്ഞൾപ്പൊടിയുടെ കുത്തലൊക്കെ മാറാനാണ്. അതിന് ശേഷം വഴറ്റുക എന്ന് പറഞ്ഞാൽ സവോള വറ്റുകയെന്ന് ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി, ജസ്റ്റ് വാടിയാൽ മതി. ഈ മഞ്ഞൾപ്പൊടി ഇങ്ങനെ ഒന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് മുളക് പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇതിനകത്തേക്ക് ഇടുക. അതൊന്ന് നല്ല ചുമന്ന് കിടന്നുകൊണ്ട് വഴലണം. നന്നായിട്ടൊന്ന് അതിൻ്റെ ആ എണ്ണയിൽ കിടന്നൊന്ന് അതിൻ്റെ പച്ചമാകുന്നോടം വരെ ഒന്ന് ഇളക്കണം. കേണ്ട മീൻ കഴുകി വെച്ചിട്ടുണ്ട്. പിടി തേങ്ങയും 1 പിടി കപ്പലണ്ടിയും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നു. അത് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. തേങ്ങയും അതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ആ ചുമന്ന മണം വരരുത്, അതിൻ്റെ ആ പച്ച കളർ മാറുന്നതിന് മുമ്പ് തന്നെ അത് എടുക്കണം. അതിനുശേഷം ഇത് അരച്ച് ഇതിനകത്തേക്ക്, ഈ അരപ്പിനകത്തേക്ക് ആഡ് ചെയ്യണം. ആഡ് ചെയ്ത് ആ പുളിയും ചേർത്ത് ഇതുപോലെ തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ച് കഴിഞ്ഞ ശേഷം ഇതുപോലെ മീൻ കഷ്ണങ്ങൾ ഓരോന്ന് പെറുക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മീൻ കുറുകി വരുമ്പോൾ ഒരു ചെറിയ പാനിൽ അല്പം എണ്ണ ഒഴിച്ച് അതിൽ 2-3 ഉലുവായും, ഒരു 1/4 ടീസ്പൂൺ ഉലുവായും, കടുകും ഇട്ട് പൊട്ടിച്ച് അതിനുശേഷം ഇപ്പോൾ ഉള്ളി എരിഞ്ഞതും ചേർത്ത് വറന്ന് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് കറിവേപ്പിലയും ചേർത്ത് ഈ കറിയിലേക്ക് ചേർക്കും. ഫ്രൈഡ് റൈസ്, അപ്പം, പൂരി, ചപ്പാത്തി, സാധാ പ്ലെയിൻ റൈസ് ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.